ഹായ് പ്യാരെ വെച്ചോ അനസാറാണ്. എല്ലാ മക്കളും അടിപൊളിയായിട്ട് വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 4ാം ക്ലാസ്സിൽ നിന്നും 5ാം ക്ലാസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റായി നിൽക്കുന്ന മക്കളാണ് നമ്മുടെ മക്കളൊക്കെ. അപ്പം എല്ലാ മക്കളും അടിപൊളിയായിട്ട് 4ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ എഴുതിയില്ലേ. ഇനി 5ാം ക്ലാസ്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സാറിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ കാണാം. അതെന്താ സാറേ ഞങ്ങൾ ഇതുവരെ കാണാത്തൊരു സംഭവം, ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കയറി വാ മക്കളെ എന്നുള്ളത് അല്ലേ. പക്ഷേ ഇത് കണ്ടില്ല. അപ്പോൾ ഇത് ഈ അധ്യയന വർഷം മുതൽ നമ്മളൊരു പുതിയ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഹിന്ദി എന്നാണ് ആ ഭാഷയുടെ പേര്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം കൗതുകമായി. ഹിന്ദി നല്ല അടിപൊളിയായിട്ട് പുതിയൊരു ഭാഷ പഠിക്കാമല്ലോ അല്ലേ. അത് മാത്രമല്ല നമുക്ക് സെക്കൻഡ് ലാംഗ്വേജുകൾ ഓപ്റ്റ് ചെയ്യാം. അറബിക്ക് എടുക്കാം. അറബി പിന്നെ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, LP വരെ പഠിച്ചതാണ്, നിങ്ങൾക്ക് സുപരിചിതമാണ്. പിന്നെ അതേപോലെ ഉറുദു നമുക്ക് സെലക്ട് ചെയ്യാം. ഉറുദു എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഉറുദു എന്നുള്ള ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ സാൻസ്ക്രിറ്റ് ഉണ്ട്. സാൻസ്ക്രിറ്റും LP മുതലുള്ളതുകൊണ്ട് ചില ആളുകൾ LPയിലും സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ അതേപോലെ പിന്നെ മലയാളം. അപ്പോൾ ഈ 4 ഭാഷയിൽ ഒരു ഭാഷ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഉറുദു എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഭാഷയാകും, പുതിയൊരു അനുഭവമാകും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതോടൊപ്പം നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹിന്ദി പഠിച്ചെടുക്കാം എന്നുള്ളത് തന്നെയാണ് അനസാറിന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ അധ്യയന വർഷം മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ ഹിന്ദിയുടെയും ഉറുദുവിൻ്റെയും ഫാക്കൽറ്റിയാണ്. അനസ് എന്നാണ് എൻ്റെ പേര്. NSR എന്ന് നിങ്ങൾക്ക് ഷോർട്ടായിട്ട് വിളിക്കാം. നിങ്ങളുടെ സ്വന്തം അനസാറാണ്. അപ്പോൾ ഈ അധ്യയന വർഷമൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ അധ്യയന വർഷം മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഇന്നത്തെ വീഡിയോയിൽ സാറ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താ. അപ്പോൾ സാറേ ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല, പക്ഷേ ഞങ്ങൾ എന്തെല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ അതൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കൂ അല്ലേ. അപ്പോൾ നമ്മളിവിടെ ബലൂണുകൾ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ. ഇത് എന്താണ്, ബലൂണുകളാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ നിറം എന്താണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം സാർ ഇത് യെല്ലോ ആണ് അല്ലേ, യെല്ലോ നിറാണ് അല്ലേ, മഞ്ഞ നിറാണ് നമുക്കറിയാം. സാറേ ഇത് ഗ്രീൻ ആണല്ലോ അല്ലേ, ഗ്രീൻ അല്ലേ. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. സാറേ ഇത് ബ്ലാക്ക് ആണല്ലോ, ശരിയാണ്, ബ്ലാക്ക് നിറാണ് അല്ലേ. പിന്നെ ഇത് റെഡ് ആണല്ലോ അല്ലേ, റെഡ് നിറാണ്. പിന്നെ ഇത് ബ്ലൂ ആണല്ലോ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ബലൂണുകളൊക്കെ എന്താണ്, നമുക്ക് ബലൂണുകളാണ്. അപ്പോൾ ഇതിനൊക്കെ ഓരോ നിറമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി, ഓരോ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതിയിട്ടുള്ളത്, ഇത് വായിക്കുന്നത് രംഗ് പെഹ്ചാനെ എന്നാണ്, അതായത് നിറങ്ങൾ തിരിച്ചറിയൂ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ രംഗ് എന്ന് പറഞ്ഞാൽ നിറമാണ്. അപ്പോൾ നിറം പെഹ്ചാനെ തിരിച്ചറിയൂ അല്ലേ, തിരിച്ചറിയൂ അല്ലേ. അപ്പോൾ ഈ വാക്കുകൾ ഇനി ഇവിടെ കണ്ടാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. ഇനി നോക്കുക, അപ്പോൾ നിറം നമ്മൾ തിരിച്ചറിയാൻ പോകട്ടെ. പിന്നെ ഇവിടെ നമുക്കൊരു ബോക്സിൽ കുറച്ച് പേരുകളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം അല്ലേ. ലാൽ, കാല, പീല, നീല ഓർ ഹര, ഇങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആദ്യമായിട്ട് ഹിന്ദി പഠിക്കുന്ന മക്കളായതുകൊണ്ട്, ചില മക്കൾ ചിലപ്പോൾ LPയിലെ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന മക്കളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒന്ന് പറയാം. ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. നീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടിയിട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, നമ്മൾ ചെയ്യേണ്ട കൂടുതലായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു പരിപാടി പറഞ്ഞാൽ ഈ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഹിന്ദി അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് ആണെന്ന് അനസാർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ റെഡിൻ്റെ അവിടെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം, ലാൽ എന്നാക്കി കൊടുക്കണം അല്ലേ. യെസ്. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇനി ഈ അധ്യയന വർഷം ഒന്നല്ല, ഒരു സമയത്ത് നിങ്ങളത് മറക്കില്ല. പിന്നെ കാല എന്ന് പറഞ്ഞാൽ സാറ് ബ്ലാക്ക് ആണല്ലോ അല്ലേ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. അപ്പോൾ അതും ഇനി എൻ്റെ മക്കൾ മറന്നു പോകില്ലല്ലോ. പിന്നെ നമുക്ക് പീല അല്ലേ, പീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അത് യെല്ലോ ആണല്ലോ അല്ലേ എന്ന് പറഞ്ഞു, യെല്ലോ ആണല്ലോ. അപ്പോൾ അതും നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് വരുന്നത് ബ്ലൂ ആണ്. ബ്ലൂവിന് നമ്മൾ പറയുന്ന പേര് നീല എന്നാണല്ലോ. വളരെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് നമുക്ക് വരുന്നത് ഹര എന്നാകുന്നു. ഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയാകുമല്ലോ. ഈ രീതിക്ക് നമ്മൾ എന്ത് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് കണ്ടോ. അപ്പോൾ ഇതാദ്യം അനസാർ എന്താണ് ഇത് പറയാന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഒറ്റ തവണ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലേ. അപ്പോൾ ഇതേപോലെ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ വാക്കുകൾ, ഓരോ നിറങ്ങൾ നമ്മൾ കണ്ടെത്തി. ഈ നിറങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, അക്ഷരങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കാല എന്നുള്ളത്. അപ്പോൾ കാല എന്നുള്ളത് നമുക്കറിയാം, ക എന്നുള്ള ഒരു അക്ഷരം അവിടെ വന്നു അല്ലേ. അപ്പോൾ ക എന്ന ഇതിൽ ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും ഉച്ചാരണം ക്ക് എന്നാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആപ്പിലൊക്കെ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ മനസ്സിലാക്കാം. പിന്നെ അല്ലാതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലൈവിൻ്റെ ഇടയിലൊക്കെ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും, എടുക്കും. ഓക്കെ. അപ്പം
എന്നുള്ളൊരു അക്ഷരം വന്നു. പിന്നെ കാല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കാ കഴിഞ്ഞാൽ പിന്നെ ഒരു ല എന്നുള്ളത് സംഭവം അവിടെ വരുന്നുണ്ടല്ലോ. അപ്പം ല എന്ന് എഴുതൽ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം ല അല്ലേ, കാല. ഈ രീതിക്ക് നമുക്ക് ഓരോ അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ കളേഴ്സ് നമ്മൾ എഴുതി, കളേഴ്സ് പഠിച്ചു, അതിൽ നിന്ന് അക്ഷരങ്ങൾ നമ്മൾ കണ്ടെത്തി, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അക്ഷരങ്ങളും നമ്മൾ എന്ത് ചെയ്യും, പഠിച്ച് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഷ തന്നെയാണ് ഹിന്ദി എന്നുള്ളത് ആദ്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ ഹിന്ദി പഠിച്ച് നോക്കൂ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഈ അധ്യയന വർഷം നമ്മൾ എന്ത് ചെയ്യും, ഹിന്ദി സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് സ്കോർ നേടാൻ കഴിയുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ അത് ആദ്യം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പിച്ച് നല്ല മാർക്ക്, അതായത് മുഴുവൻ മാർക്കും നേടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, സെറ്റാക്കി നമ്മൾ എന്ത് ചെയ്യും, പഠിച്ച് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അതിന് നിങ്ങളോടൊപ്പം അനസാർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, കൂടെ തന്നെ അടിപൊളിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ മക്കൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ ഈ അധ്യയന വർഷം നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകില്ലേ? യെസ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിലൊക്കെ അനസാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോസ് ലൈവുകളിലൊക്കെ വീണ്ടും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി അനസാർ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.